കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ റീത്ത് വെച്ച് ഭീഷണി. കുന്നത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റി അംഗം പ്രജീഷ്, യൂത്ത് കോൺഗ്രസ് അംഗം അർജുൻ എന്നിവരുടെ വീട്ടിലാണ് റീത്ത് വെച്ചത്. സംഭവത്തിന് പിന്നിൽ CPM ആണെന്നാണ് ആരോപണം. നിന്റെ നാളുകൾ എണ്ണപ്പെട്ടുവെന്ന് റീത്തിൽ ഭീഷണിക്കുറിപ്പുമുണ്ട്. TP കേസിൽ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവിന്റെ വീടിന് സമീപമാണ് സംഭവം നടന്നത്. വിവരങ്ങളുമായി അർജുൻ ചേർന്നു. അർജുൻ, എന്താണ് ഉണ്ടായതെന്ന് മനസ്സിലാകുന്നു? ലക്ഷ്മി, ഇന്നലെയാണ് ഇത്തരത്തിലൊരു റീത്ത് ഇവരുടെ വീടിന്റെ മുൻപിൽ വെച്ചത്. ഇന്ന് രാവിലെയോടാണ് ഇത്തരത്തിൽ റീത്ത് കണ്ടിരുന്നത്. CCTVയിൽ ഒരാൾ റീത്ത് വെച്ച് പോകുന്നത് കണ്ടിരുന്നെങ്കിലും പക്ഷെ ആളുടെ രൂപം വ്യക്തമായില്ല. എന്തിനാൽ തന്നെയും CPMകാരാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്തതെന്നാണ് കോൺഗ്രസുകാർ ആരോപിക്കുന്നത്. ഈ വീട്ടുകാരും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആരോപിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ അർജുൻ, പ്രജീഷ് എന്നിവരുടെ വീടിലാണ് ഇത്തരത്തിൽ റീത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജ്യോതി ബാബു, അതായത് TP വധക്കേസിൽ കോടതി ആദ്യം വെറുതെ വിട്ടിരുന്നു. വിചാരണ കോടതി വെറുതെ വിട്ട് വീണ്ടും ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ജ്യോതി ബാബുവിന്റെ വീടിന് സമീപത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് റീത്തിൽ നിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നതടക്കം എഴുതി വെച്ചിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് കോൺഗ്രസുകാർ പറയുന്നത്. അതായത് സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു കലാപം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നതെന്നാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം ഉണ്ടായിരിക്കുന്നത്. എന്തിനാൽ തന്നെയും പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പരിശോധന നടത്തിയിട്ടുണ്ട്. പോലീസിനെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചത്. എന്തിനാൽ തന്നെയും വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പോലീസ് അവിടെ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കേസിന്റെ വിധി വന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഇങ്ങനെ ഒരു റീത്ത് ഒരു വീട്ടിൽ കൊണ്ടുവെക്കുക, അതും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകന്റെയും വീട്ടിൽ ഇത്തരത്തിൽ 2 റീത്ത് കൊണ്ടുവെക്കുക എന്നുള്ളത് ഏറെ ഗൗരവകരമായ കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഗൗരവമായിട്ട് തന്നെയാണ് ഈ കാര്യം പോലീസ് എടുത്തിട്ടുള്ളതും. ലക്ഷ്മി, അർജുനാണ് വിവരങ്ങൾ നൽകി.